കാവ്യമാധവൻ കരയുന്നുണ്ട്, പക്ഷെ അതിന്റെ ശബ്ദം വരുന്നത് എവിടെയാണെന്നറിയാം? പെരുമഴക്കാല സിനിമയിൽ കാവ്യമാധവന് ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ ഭാഗ്യച്ച് പറയാണ് ഞാനല്ലെന്ന്. മണിച്ചിത്രത്താഴ് സിനിമയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. മണിച്ചിത്രത്താഴ് സിനിമയിലെ ശോഭനയുടെ നാഗവലിയുടെ ഭാഗം ഒഴികെ ബാക്കിയെല്ലാം ഡബ് ചെയ്തേക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. നാഗവലിയുടെ ക്യാരക്ടറിനെ ഡബ് ചെയ്തേക്കുന്നത് ദുർഗ എന്ന് പറഞ്ഞാൽ തമിഴ് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഫാസിൽ സാറാണ് ആ സത്യം പുറത്തു പറഞ്ഞത്. കാരണം അത്രയും വർഷം അത് പറയാതിരുന്നത് തീർത്തും ശരിയായില്ല. കാരണം ശോഭനക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ നാഗവല്ലിയുടെ പോർഷൻ അത്രക്ക് ഗംഭീരമായതുകൊണ്ടാണ് അത്രക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയത്. ഭാഗ്യേച്ചി ഡബ് ചെയ്ത പോർഷനും ഗംഭീരം തന്നെയാണ്. അപ്പോൾ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിനും കൂടി അവകാശപ്പെട്ടതാണ് അവാർഡാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ ശോഭനയോട് അവതാരകൻ ചോദിക്കേണ്ടായി, ഡബ്ബിങ് ആർട്ടിസ്റ്റിനും കൂടി അവകാശപ്പെട്ടല്ലേ ഈ അവാർഡെന്ന്. അപ്പോൾ ശോഭന ചേച്ചി ഒരു ഈഗോ ഇല്ലാതെ പറയുന്നുണ്ട്, അതെ നിങ്ങൾ കൊടുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഭാഗ്യലക്ഷ്മി പോലും ഈ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യലക്ഷ്മിയുടെ പല ഇൻ്റർവ്യൂവിലും ഭാഗ്യലക്ഷ്മി ഈ നാഗവല്ലിയുടെ ക്യാരക്ടർ അനുകരിച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, ഇത് സിനിമയിൽ കേൾക്കുന്ന പോലെയല്ലല്ലോ, ഇതെന്താ ഒരു വ്യത്യാസം. അപ്പോൾ പ്രായത്തിൻ്റെ ചില വ്യത്യാസങ്ങൾ കാണിക്കില്ലേ ശബ്ദത്തിന്, അതായിരിക്കും എന്നാണ് കരുതിയത്. പിന്നീടല്ലേ സത്യം മനസ്സിലായത്. അപ്പോൾ സത്യം പുറത്ത് വന്നപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് പലരും ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദുർഗ എന്ന് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദമാണെന്ന് ഞാൻ കരുതിയിരുന്നു. സ്വന്തം ശബ്ദം പോലും തിരിച്ചറിയാൻ പറ്റാത്ത പിന്നെ അവരെന്ത് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർ അങ്ങനെ കരുതിയെന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഭാഗ്യലക്ഷ്മി ഇതിനെ അറിയിക്കുന്നു.